മുട്ട വെറുതെ പുഴുങ്ങിയെടുത്ത് കഴിച്ചാൽ എന്താ ടേസ്റ്റാണോ? അത്രയ്ക്ക് ടേസ്റ്റൊന്നും ഇല്ലല്ലോ മുട്ട. അപ്പോൾ ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്താലേ അടിപൊളി ടേസ്റ്റാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ കാഴ്ചയിൽ നോക്കിക്കെ 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്നത് പോലെ ഇതുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കാണാം. ആദ്യമായിട്ടിത് മുട്ട ബോയിൽ ചെയ്യണം. മുട്ട ഞാൻ ബോയിൽ ചെയ്യുന്നത് എയർ ഫ്രയറിലാണ്. ഒരു തുള്ളി വെള്ളമില്ലാതെ ഈ എയർ ഫ്രയറിൽ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഇത് എങ്ങനെ ആവുമെന്നുള്ളത്. ഞാൻ വിചാരിച്ചതിനകത്തത് പൊട്ടിത്തെറിക്കുമോ എന്നുള്ളത്. പക്ഷേ നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു മുട്ട ബോയിലായി കിട്ടി. 130 ഡിഗ്രി സെൽഷ്യസിൽ 12 മുതൽ 14 മിനിറ്റ് വരെ വയ്ക്കാവുന്നതാണ്. ഞാൻ പക്ഷേ 12 മിനിറ്റ് ആയപ്പോൾ എടുത്തു. നന്നായിട്ട് ബോയിലായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എന്നിട്ടിത് കുറച്ച് നേരം തണുത്ത വെള്ളത്തിലിട്ട് വച്ചിരുന്നു. എന്നിട്ട് ഇതിൻ്റെ തൊലി എടുത്ത് നോക്കിക്കേ. ഞാൻ ആദ്യമായിട്ടാണ് ഈ മുട്ട ഇങ്ങനെ ഇതിൽ വെച്ച് ബോയിൽ ചെയ്തെടുത്തത്. നോക്കിക്കേ, നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. ഇത് പക്ഷേ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം എടുത്ത് പുറത്ത് വെച്ച മുട്ടയാണ്. 1-2 മണിക്കൂർ പുറത്തിരുന്നതിന് ശേഷമാണ് എയർ ഫ്രയറിലോട്ട് മാറ്റിയത്. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. ഓവർ കുക്ക് ആയിട്ടില്ല. പാൻ ചൂടാക്കി 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം. ഞാനിതിപ്പോൾ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൽ 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഗാർലിക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്തതിന് ശേഷം ഇതിൽ ഒരു ചെറിയ സവാളയാണ് ഒന്ന് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ഒരു ലൈക്കും കൂടി. സവാള ഒന്ന് വാടിയ ശേഷം ക്യാപ്സിക്കം ചേർക്കാം. ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. കളർഫുള്ളായിട്ടുള്ള ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ കൂടുതൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതും 1 മിനിറ്റ് ഒന്ന് വാടിയതിന് ശേഷം ഇതിൽ ഈ മസാല ചേർക്കുന്നത് ടർക്കിഷ് മസാലയാണ്. ഇതിന് പകരമായിട്ട് അല്പം മുളക് പൊടിയും പെപ്പർ പൗഡറും കുറച്ച് ജീരകപ്പൊടിയൊക്കെ ചേർത്താൽ മതി. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. മഷ്റൂം ഉണ്ടെങ്കിൽ മഷ്റൂം ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലിപ്പോൾ ഞാൻ ടൊമാറ്റോ ചേർക്കുന്നുണ്ട്. ടൊമാറ്റോയാണ് കുറച്ച് കൂടുതലായിട്ട് ഉള്ളത്. ഇതിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് റൗണ്ടായിട്ട് തന്നെ നിരത്തി വയ്ക്കാം. 1 ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത്. ഇതിലിനി ഇതുപോലെ മുട്ട കമഴ്ത്തി വയ്ക്കാം. ഇതിൻ്റെ മുകളിൽ ഇനി അല്പം മുളക് പൊടിയും പെപ്പർ പൗഡറും ഉപ്പും ഒരല്പം ടർക്കിഷ് മസാലയും കൂടി ഇടുന്നുണ്ട്. ആക്ച്വലി ഇതൊരു ടർക്കിഷ് എഗ്ഗാണ്. ഇതിൽ മസാല വളരെ കുറച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ മെയിനായിട്ട് ചേർക്കേണ്ടത് ചീസാണ്. ഇത് മൊസറല്ല ചീസാണ്. ചീസിൻ്റെ അളവൊക്കെ അവരവരുടെ ഇഷ്ടമനുസരിച്ച് എത്രയാണോ കഴിക്കുന്നത് അത്രയും ചേർക്കാവുന്നതാണ്. എനിക്കാണെങ്കിൽ ചീസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനിങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ വളരെ കൺട്രോളിലാണ് ചെയ്യുന്നത്. 2 ബൗളിലായിട്ട് നല്ല ചൂടാക്കിയെടുത്ത ബട്ടറാണിത്. ഇതിൽ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സുമാണ് ഇട്ടത്. ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇത് ഈ ചൂടായിട്ടുള്ള ബട്ടറിലിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മുട്ട എങ്ങനെ ഇരിക്കുന്നെന്ന് നോക്കിക്കേ. നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. നല്ല ചീസൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിലിനി ഇഷ്ടാനുസരണം ബട്ടറിലിട്ട ചില്ലിയും കൊറിയാൻഡറും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ചീസ് കുറവായതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യേണ്ടി വരുന്നത്. ചീസ് കൂടുതലിട്ടാൽ ഇത് നമുക്ക് സ്പാച്ചുല കൊണ്ട് തന്നെ ഒരു അപ്പം പോലെ ഇളക്കിയെടുക്കാൻ സാധിക്കും. നോക്കിക്കേ, എന്ത് ടേസ്റ്റാണെന്നോ ഇത് കഴിക്കാൻ. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ടൊമാറ്റോയും ക്യാപ്സിക്കവും ഒണിയനും ഒക്കെ ഇതിന് ഭയങ്കരമായിട്ട് ടേസ്റ്റ് തരുന്നതാണ്. കൂടെ ഈ ചീസിൻ്റെ ടേസ്റ്റും കൂടെ ആകുമ്പോൾ അപാര ടേസ്റ്റാണ്. ഇതിൽ മുട്ട ബോയിൽ ചെയ്യാൻ മാത്രമേ ടൈം എടുക്കുകയുള്ളൂ. ബാക്കിയൊക്കെ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാനൊന്നുമില്ല, നല്ല എളുപ്പമാണെന്ന് കണ്ടല്ലോ. ഗ്യാസൊക്കെ കത്തിക്കാൻ അറിയാവുന്ന കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റിയതാണ് ഈ ഒരു ഡിഷ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ വൈകിട്ടോ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. ഇത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം, അതുപോലെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ഇത് ബ്രെഡ് ഹോം മെയ്ഡാണ്. എയർ ഫ്രയറിലുണ്ടാക്കിയ ഹോം മെയ്ഡ് ബ്രെഡാണ്. ഇതിൻ്റെ വീഡിയോ ഇനിയിപ്പം വരുന്നുണ്ട്. 1 തുള്ളി ഓയിൽ പോലും ചേർക്കാതെ ഉണ്ടാക്കിയ ബ്രെഡാണിത്.
ബർഗർ ബണ്ണിനകത്ത് വെച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.